അതേപോലെ ജയ് ഹിന്ദ് എന്ന പദം ഇന്ത്യക്കാരുടെ മുന്നിൽ അവതരിപ്പിച്ചത് ആബിദ് ഹസൻ എന്ന് പറയുന്ന മുസ്ലിമാണ്. ഇനി ഇതറിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമാണ് ഈ മുദ്രാവാക്യം ആദ്യം വിളിച്ചത് എന്നറിഞ്ഞാൽ RSSകാർ BJPക്കാർ ഇനി വിളിക്കുമോ എന്നുള്ളതാണ്. സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം മുഹമ്മദ് ഇക്ബാലാണ് എഴുതിയത്. അതുകൊണ്ട് ഇനി ആ ഗാനം RSSകാരും BJPക്കാരും പാടുമോ എന്ന മുഖ്യമന്ത്രി ഇപ്പോഴാണ് ഇതറിഞ്ഞത്. ഏത് ഭാരത് മാതാ കി ജയ് എന്ന് ആരാണ് ആദ്യം വിളിച്ചത്? ജയ് ഹിന്ദ് എന്ന് ആരാണ് ആദ്യം വിളിച്ചത്? സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാരാ ഹെ എന്ന രാഷ്ട്രഭക്തി ഗാനം എഴുതിയത് ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾക്ക് നേരത്തെ RSSനും BJPക്കും നേരത്തെ അറിയാം. ആരെഴുതിയെന്ന് നോക്കിയില്ല. ഞങ്ങളെപ്പോഴും അത് തന്നെ വിളിക്കാൻ തയ്യാറാകുന്നു, എഴുതിയവരുടെ മതം നോക്കിയല്ല. പക്ഷേ ഇതുവരെ ഒരു മാർക്സിസ്റ്റ് നേതാവും ഒരു മാർക്സിസ്റ്റ് CPM മുഖ്യമന്ത്രിയും പിണറായി വിജയനും ഇതുവരെ ഭാരത് മാതാ കി ജയ് വിളിച്ചിട്ടില്ല. ഒരു നേതാവും ജയ് ഹിന്ദ്, ഒരു CPM നേതാവും ജയ് ഹിന്ദ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തങ്ങളുടെ പ്രസംഗം ഇതുവരെ അവസാനിപ്പിച്ചതായി നമ്മൾ ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എഴുതിയവരുടെ ആരാണ് എഴുതിയെന്ന് മനസ്സിലായല്ലോ. ഇപ്പം നേരത്തെ എഴുതിയത് ആരാണെന്ന് അറിയാത്തത് കൊണ്ടോ തെറ്റിദ്ധരിച്ചത് കൊണ്ടോ ആയിരിക്കാം ഒരുപക്ഷെ ഈ രണ്ട് മുദ്രാവാക്യം അവർ വിളിക്കാതിരുന്നത്. ഇനി ഇതിൻ്റെ എഴുതിയത് ആരാണെന്ന്, ആദ്യമായി അവതരിപ്പിച്ചത് ആരാണെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ തയ്യാറാകുമോ എന്ന് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനം ജയ് ഹിന്ദ് എന്ന് വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? ഇനിയെങ്കിലും ഇത് മതം നോക്കിയാണല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും പലതും നിർണയിക്കുന്നതും. തയ്യാറാകുമോ മുഖ്യമന്ത്രി? എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കടുത്ത വർഗീയതയും മതദ്വേഷവും ഉണ്ടാക്കുന്ന പ്രസംഗവും പ്രചരണവും LDF നടത്താൻ കാരണം? അവർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർക്കൊന്നും പറയാനില്ല. 8 വർഷക്കാലത്തെ ഭരണനേട്ടങ്ങൾ വട്ടപൂജ്യ. എന്നാൽ എണ്ണമറ്റ കോട്ടങ്ങളും കേരള ജനതയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റേത്. ഭാരതീയ ജനതാ പാർട്ടിയും NDAയും 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനം ഞങ്ങൾ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നു. 10 വർഷക്കാലം ഇന്ത്യയിലെ ജനകോടികൾക്ക് NDA ഗവൺമെൻറ് നൽകിയ, മോദി സർക്കാർ നൽകിയ ജനക്ഷേമ പദ്ധതികൾ ഇത് വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് NDA ജനവിധി തേടുന്നത്. സ്വാഭാവികമായിട്ടും 8 വർഷത്തെ ഭരണനേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് NDA LDF നേരിടേണ്ടത്. പക്ഷേ LDFൻ്റെ അവനാഴി ശൂന്യമാണ്. ശൂന്യമായ അവനാഴിയുമായിട്ടാണ് LDF തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത്. എന്നാൽ NDA BJP അവനാഴിയിൽ നിറച്ച് ആയുധങ്ങളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വിഷയദാരിദ്ര്യം LDF അനുഭവിക്കുകയാണ്. അതുകൊണ്ട് കടുത്ത വർഗീയത നടത്തിക്കൊണ്ട്, പ്രചരണം നടത്തിക്കൊണ്ട്, കടുത്ത വർഗീയ പ്രസംഗം നടത്തിക്കൊണ്ട് വോട്ട് നേടാനാണ് LDF ശ്രമിക്കുന്നത്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ LDFൻ്റെ രാജ്യദ്രോഹ പ്രസംഗങ്ങൾ, പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങൾ ഇതിനെതിരായിട്ട് കോൺഗ്രസും UDFും മൗനം പാലിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരക്ഷരമുരിയാടാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതൃത്വത്തിനും സാധ്യമല്ല. കാരണം അവർ ഒരേ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. നരേന്ദ്രമോദിക്കും NDAക്കും ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള IND സഖ്യത്തിലെ പ്രമുഖ ഘടകകക്ഷിയാണ് കോൺഗ്രസ്, മറ്റൊരു ഘടകകക്ഷിയാണ് CPM. അതുകൊണ്ട് തന്നെ പരസ്യമായ അന്തർധാരയും സഖ്യവും സഹകരണവും തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസ് LDFനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മൗനവ്രതം ആചരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഭരണനേട്ടങ്ങൾ പറയാനില്ല, രാഷ്ട്രീയം പോലും പറയാനില്ല.
ഞങ്ങളിപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ട് ഞങ്ങളുടെ ശക്തനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനെയാണ് NDA സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. അവിടെ ഒരു CPIക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ഞങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണവർ. പക്ഷെ എന്ത് രാഷ്ട്രീയമാണ് ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ LDF അവതരിപ്പിക്കുന്നത്? ഇതാ നിങ്ങളുടെ പാലക്കാട് തൊട്ടടുത്ത് തമിഴ്നാട്ടിൻ്റെ ഭാഗമായുള്ള കോയമ്പത്തൂരിൽ ചെങ്കൊടിയും ത്രിവർണ്ണ പതാകയും ഒരുമിച്ച് കൂട്ടിക്കെട്ടിയതും, ദിണ്ടിഗലിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചാണ് LDF CPM സ്ഥാനാർത്ഥി വോട്ട് തേടുന്നത്. CPIയും തമിഴ്നാട്ടിൽ 2 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഫോട്ടോ വെച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തമിഴ്നാട്ടിലും മറ്റെല്ലായിടത്തും CPMൻ്റെയും CPIയുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയാൽ ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവുമോ? 2 മണ്ഡലത്തിൽ അവർ മത്സരിക്കുന്നില്ല. രാഹുൽ ഗാന്ധി CPM ഉത്തരം പറയണം. വയനാട്ടിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുണ്ടോ? ഇതെന്ത് രാഷ്ട്രീയ? അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ വെല്ലുവിളിക്കുകയാണ് CPM CPIയും. ഏതായാലും കേരളം ഇത്തവണ ജാതി മത പരിഗണനകൾക്ക് അതീതമായി വികസനത്തിനായി ജനക്ഷേമത്തിനായി മോദിയുടെ ഗ്യാരണ്ടിയോടൊപ്പം അണിനിരക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDA സംബന്ധിച്ച് 100% വിജയവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അത്ഭുതങ്ങൾ നടക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പ്രത്യാശിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ജനസമൂഹവും വോട്ടർമാരും NDAക്ക് അനുകൂലമായി മോദി ഗ്യാരണ്ടിയോടൊപ്പം നിൽക്കാൻ തയ്യാറാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തയ്യാറാകണമെന്ന് ഞങ്ങൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളതിനെ നിയമപരമായിട്ട് നേരിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. നിയമജ്ഞനുമായിട്ട് ആലോചിച്ചിട്ട് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. അത് ആരെങ്കിലും അങ്ങനെ ഒരു പ്രചരണം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരത്തിനിറങ്ങുന്നത്. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ വോട്ടർമാരുടെ മുന്നിൽ മാത്രമല്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പച്ചയായിട്ട് അവതരിപ്പിക്കാനാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ അവിടെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതൊരു ഘടകമാണ്. തിരഞ്ഞെടുപ്പിൽ നമ്മുടെ നല്ല ഫൈറ്ററാവണം, വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കണം, അതുവഴി വിജയിക്കാനും സാധിക്കണം. ഇതാണ് ലക്ഷ്യം. അതനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ പാലക്കാടും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. 20 മണ്ഡലങ്ങളിലും ഞങ്ങൾ ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. എത്ര ലക്ഷം വോട്ട് പിടിക്കും എന്നുള്ളത് ജൂൺ 4-ന് നമ്മൾ എണ്ണിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം.